ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് നമ്മുടെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്ന് പോരാളിൻ്റെ ബർത്ത്ഡേ ആണ്. നമ്മൾ വിചാരിച്ച് അമ്പലത്തിലോട്ട് പോകാമെന്ന്. പിന്നെ ഈ പോകുന്ന വഴി കണ്ടങ്ങൾ വിചാരിക്കും എന്ത് രസമാണ്. പക്ഷേ രസമൊക്കെ തന്നെയാണ്. പക്ഷെ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ നീങ്ങി ആ കനാലിൽ കിടക്കും. അങ്ങനെ ഒരു ദിവസം എനിക്ക് ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. കാരണം ഞാനൊരു 3ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ബർത്ത്ഡേക്ക് ഞാനൊരു വെള്ള ഉടുപ്പൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് സ്കൂളിൽ ഇട്ടുണ്ടോ പോകാൻ വേണ്ടിയിട്ട്. ഞാൻ ചോക്ലേറ്റൊക്കെ വാങ്ങി വീട്ടിലെടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അമ്പലത്തിൽ പോയി വന്നിട്ട് സ്കൂളിൽ പോകാമെന്നുള്ള പ്ലാനിങ്ങിലൊക്കെ ആയിരുന്നു. അപ്പോൾ അമ്പലത്തിലോട്ട് ഭയങ്കര തുള്ളിച്ചാടിയാണ് പോകുന്നത്. ആ കനാലിൽ അങ്ങോട്ട് ചാടുന്ന ഇങ്ങോട്ട് ചാടിയൊക്കെയാണ് അമ്പലത്തിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ ഞാൻ ഇതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയാണ്. ജസ്റ്റ് മഴ ഉണ്ടായിരുന്നു, ചെറുങ്ങനെ മഴ ഉണ്ടായിരുന്നു. അങ്ങനെ ചാടിയൊക്കെയാണ് പോണത്. പിന്നെ എന്തോ അമ്മേനോട് പറഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ പിന്നെ എന്നെ കാണുന്നില്ല. ഞാനിവിടെ ആ കനാലിൽ കിടക്കണ്. പിന്നെ കരച്ചിലായി, പ്രശ്നമായി, ഫുൾ സീന് ഡാർക്ക്. എൻ്റെ വെള്ളുടുപ്പിലല്ലേ ചെളിയായത്. ഞാൻ എന്തൊക്കെ പ്രതീക്ഷിച്ച് വാങ്ങിയ വെള്ളുടുപ്പാണ്. ക്ലാസ്സിൽ പോയിട്ട് കുട്ടികളൊക്കെ കാണിക്കണം, വെള്ളുടുപ്പൊക്കെ കാണിക്കണം, തട്ട് വെള്ളുടുപ്പൊക്കെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് വെച്ചതാണ്. പിന്നെ വേറൊരു ഡ്രസ്സ് ഇട്ട് സ്കൂളിൽ പോകേണ്ടി വന്നു. അതുകൊണ്ട് ഈ വഴി ഞാൻ ഒരിക്കലും മറക്കില്ല. എനിക്ക് അത്ര ഓർമ്മയുള്ള വഴിയാണ്. ഞാൻ ഏത് ബർത്ത്ഡേക്ക് വന്നാലും അല്ലെങ്കിൽ എന്ത് കാര്യത്തിന് വന്നാലും ആ വഴി കൂടെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും, അന്ന് അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ ആ വഴി കൂടെ പോകുമ്പോഴെപ്പോഴും ശ്രദ്ധിച്ചിട്ടേ പോകുള്ളൂ. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായാലും വായിച്ചു പോകും. അത്രയും നല്ല വായിക്കില്ല അവിടെ. പിന്നെ അവിടെ ഒരു സ്പെഷ്യലായിട്ടൊരു കാര്യമുണ്ട്. കാരണം നമ്മളെപ്പോൾ പോകുമ്പോഴും രാവിലെ പോവുകയാണെങ്കിലും വൈകിട്ട് പോവുകയാണെങ്കിലും അടിപൊളിയാണ് കാണാനൊക്കെ, ഫോട്ടോ എടുക്കാനും കാണാനും. പിന്നെ ചില സമയങ്ങളിൽ ഇങ്ങനെ നെല്ല് കൊയ്യുന്നവരോ അങ്ങനത്തെ ഇതൊക്കെ ആയിട്ട് നല്ല രസമാണ് കാണാൻ. നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു വൈബ് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. പിന്നെ നമ്മൾ അമ്പലത്തിലൊക്കെ കയറി പ്രാർത്ഥിച്ച് പ്രസാദമൊക്കെ വാങ്ങി തിരിച്ചിങ്ങോട്ട് നടക്കാം. അങ്ങോട്ട് പോകുമ്പോൾ മഴയൊക്കെ ഉള്ളതിനോട് കുടയൊക്കെ പിടിച്ചാണ് പോയത്. ഇങ്ങോട്ട് പിന്നെ മഴ ചെറുങ്ങനെ ചേർന്നുള്ളതിനോട് അമ്മേൻ്റെ കയ്യിൽ കുടയൊക്കെ കൊടുത്ത് ഞാൻ അങ്ങോട്ട് വലിയ കാര്യത്തിൽ അങ്ങോട്ട് നടക്കുന്നത്. പിന്നെ പാവാടയൊക്കെ ഇട്ടുകൊണ്ട് ഒന്ന് തട്ടിത്തെറിഞ്ഞ് വീണ നിലത്ത് പോകുന്നതുകൊണ്ട് പിടിച്ചുകൊണ്ടൊക്കെയാണ് നടക്കുന്നത്. ചുറ്റും നോക്കുന്നുണ്ടെങ്കിലും എനിക്ക് പേടിയുണ്ട്. ഈ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ചിലപ്പോൾ ഞാനും ഫോണും എല്ലാം കൂടെ ആ കനാലിൽ പോയാലോ. അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടാണ് നടക്കുന്നത്. പിന്നെ അവിടെ ഇന്ന് നെല്ല് കൊയ്യുന്നവരൊന്നുമില്ലേനും, അല്ലാണ്ട് നെല്ല് കൊയ്യുന്നവരുണ്ടാവേന്. അപ്പോൾ നമ്മൾ പോയ സമയത്ത് നെല്ല് കൊയ്യുന്നവരൊന്നുമില്ലേനും. പിന്നെ നമുക്ക് പെട്ടെന്ന് തിരിച്ച് വരേണ്ടതുകൊണ്ട് നമ്മൾ കുറച്ച് സ്പീഡിൽ ഇങ്ങോട്ട് തിരിച്ച് വരികയും ചെയ്തു. പിന്നെ പോകുന്ന വഴിക്ക് കുറേ പൂവും പടലൊക്കെ വാരി പിടിച്ചിട്ടാണ് വരുന്നത്. പിന്നെ നടക്കുന്ന വഴിയിൽ സ്ലിപ്പായി. അങ്ങനെ സ്ലിപ്പായതാണ്. പിന്നെ ഞാൻ ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് വിട്ട്, ഉരുണ്ട് വീഴാൻ പോയതാണ്. പിന്നെ ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് വിട്ട്. പിന്നെ വരുന്ന വഴിക്കും അമ്മേൻ്റെ ബർത്ത്ഡേ ആണ്. പക്ഷേ അമ്മേൻ്റെ ഒരു ഫ്രണ്ട് കൊടുത്ത മുട്ടായി മുട്ടായി പോലെ അമ്മ കൊടുക്കില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഈ കൊച്ചിങ്ങനെ സൈക്കിൾ ഓടിക്കുന്നുണ്ടപ്പോൾ എനിക്ക് പണ്ടത്തെ ഒരു കാലം ഓർമ്മ വന്നത്. എനിക്കൊരു സൈക്കിൾ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഓടിക്കാൻ അറിയാം, പക്ഷേ സൈഡൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ അങ്ങാടി വരെയൊക്കെ സൈക്കിൾ എടുത്ത് പോകും ഓരോ സാധനമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷേ അങ്ങോട്ട് പോകുമ്പോൾ ഏത് സൈഡിൽ പോകണം, ഇങ്ങോട്ട് വരുമ്പോൾ ഈ സൈഡിൽ പോകണമെന്നൊന്നും എനിക്കറിയില്ല. ഞാനങ്ങോട്ട് ഓടിക്കും. പിന്നെ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ ഇങ്ങനെ പപ്പേൻ്റെ അടുത്ത് പറഞ്ഞ് ഓക്കെ ഇങ്ങനെ സൈഡൊന്നും അറിയില്ല, മെയിൻ റോഡിലേക്കൊന്നും വിടരുത് എന്നൊക്കെ. അങ്ങനെയാണ് ഇങ്ങനെ സൈഡ് ഉണ്ടെന്ന് വരെ ഞാൻ മനസ്സിലാക്കി. പിന്നെ സൈഡൊക്കെ പഠിച്ച് പിന്നെ സൈഡൊക്കെ വെച്ച് ഓടിച്ചുകൊണ്ടാണ് പോയി തുടങ്ങിയത്. പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ളൊരു മലയാണ്. അവിടുന്ന് ഇങ്ങനെ മഞ്ഞിങ്ങനെ ഇറങ്ങി വരുന്നതാണ്. മഞ്ഞല്ല, സോറി ഗൈസ്, കോട ഇറങ്ങി വരുന്നത്. പിന്നെ അമ്മ അതിലൂടെ കഥയൊക്കെ പറഞ്ഞിങ്ങനെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ കേക്കൊക്കെ മുറിച്ച്, പിന്നെ കേക്ക് വാങ്ങുന്നതിന് വീഡിയോ എടുക്കാൻ പറ്റില്ല, നല്ല മഴയാണ്, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ഗൈസ്, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.